ഞങ്ങൾ വിചാരിക്കാതെ അവിടെ എത്തിയത്. ആ കൊച്ചോളൂ. അത് ഇവിടുത്തെ അയ്യപ്പൻ വിളക്കിൻ്റെ പ്രസാദമാണ്. ഞങ്ങൾക്ക് വിചാരിക്കാതെ ഞങ്ങൾ പോന്നു. ഞങ്ങൾക്ക് ഇതാ ചോറ് തിന്നാൻ പറ്റി. അയ്യപ്പൻ വിളക്കും ശാസ്താംപാട്ടൊക്കെ അങ്ങനെ ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലും വർഷങ്ങളായി ഇവിടെ നടന്നു വരുന്ന ഈ അയ്യപ്പൻ വിളക്കിന് യാതൊരു തടസ്സം ഇതുവരെ നേരിട്ടില്ല. ഈ നാട്ടുകാരുടെ എല്ലാവരും ജാതി മത ഭേദമന്യേ എല്ലാവരും പങ്കെടുക്കുന്ന ഒരു സംഭവമാണ് ഈ അതിൻ്റെ ഊട്ടുപന്തൽ, അല്ലെങ്കിൽ എന്താ പറയാ, ഊട്ടുപന്തൽ കേട്ടോ. ഭക്ഷണമൊക്കെ കഴിഞ്ഞ സമയമാണ്. ഞങ്ങളവിടെ ചേച്ചി മൂത്ത ചേച്ചി ഇവിടെയാണ്. അപ്പോൾ ചേച്ചീൻ്റെ അടുത്തേക്ക് വന്നതാട്ടോ. പിന്നെ വെറുതെ വയനാടൊക്കെ കയറാമെന്ന് വിചാരിച്ചു. ക്രിസ്മസൊക്കെ അല്ലേ, ആരുമില്ല, മക്കളൊക്കെ ഓരോ സ്ഥലത്തേക്ക് പോയി. അപ്പോൾ ഞങ്ങൾ രണ്ടാൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ എങ്ങനെ തന്നെ ഇറങ്ങിയതാണ്. ഇപ്പോൾ നോക്കുമ്പോൾ എന്തോ അറിയില്ല, ഭാഗ്യത്തിന് അയ്യപ്പൻ്റെ നേർച്ച കഴിക്കാനുള്ളൊരു ഭാഗ്യം ഉണ്ടായി. നല്ല അടിപൊളി സാമ്പാർ, ഉപ്പേരി പപ്പടം എല്ലാം ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ കയറൂലേ, മല ചുരം കയറൂലേ. ഇനി നമ്മളെവിടെ പോണേ? നമ്മൾ നടവയൽ സാക്കിർ ഹസൻ എന്ന പോലെ കേരളത്തിലുണ്ടായിരുന്ന ഏറ്റവും വലിയ ജാനകിക്കും യേശുദാസിനൊക്കെ വായിക്കുന്ന ഏറ്റവും വലിയ തബലിസ്റ്റായിരുന്നു ശ്രീ പുരന്ദരദാസ്. ഇടത് കൈയും വലത് കൈയും ഒരേപോലെ വായിക്കുന്ന ആളായിരുന്നല്ല തബലയിൽ, മാന്ത്രികനായിരുന്നു. മരിച്ചിട്ട് എത്ര വർഷങ്ങളായി. അദ്ദേഹത്തിൻ്റെ മകളെ കല്യാണം കഴിച്ച അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ തന്നെയാണ്. അവിടെയാണ് പാട്ടും ഒക്കെ ഉണ്ടാവൂലേ. ഓക്കെ, ഇപ്പം ഞങ്ങൾ പോയിട്ട് വരാം കേട്ടോ.